ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നൈസ് പത്തിരിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. രാവിലത്തെ പത്തിരിയൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അതുപോലെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പളവ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒരു ഗ്ലാസ്സിന് അളന്നെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാരയുടെ പകുതി വെള്ളം എടുത്താൽ മതി കേട്ടോ. ഏത് അളവിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഒരു 12-13 പത്തിരിയൊക്കെ നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് മുക്കിയെടുക്കാൻ പറ്റും. ആ ഒരു പാകമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് പഞ്ചസാര ഉരുക്കിയെടുത്താൽ മതി. ഇതിലേക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലേവർ ചേർത്ത് കൊടുക്കുക കേട്ടോ. വാനില, റോസ് വാട്ടറും ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ കൂടി പോരുത് കേട്ടോ. മഞ്ഞൾ കൂടിയിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ചെറുതായിട്ടൊരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് മാത്രം ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഇനി നല്ല പോലെ പതഞ്ഞ് വരുന്ന ഒരു സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യാം. നമ്മൾ കൈ വെച്ചിട്ട് തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നൂലായിട്ട് വരുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ, ആ ഒരു പാകത്തിന് നമ്മൾ തീ ഓഫ് ചെയ്യണം. നല്ല നമ്മൾ പത്തിരി മുക്കിയെടുക്കുന്ന സമയത്തൊക്കെ കറക്റ്റായിട്ട് അതിന്മേൽ ഒരു ലെയറായിട്ട് തന്നെ ഷുഗറിൻ്റെ ആ ഒരു കോട്ടിങ് കിട്ടുള്ളൂ നമുക്ക്. അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് മാത്രം തീ ഓഫ് ചെയ്യാം. അപ്പം നല്ല പോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് വിരൽ വെച്ചിട്ടൊക്കെ തൊട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാട്ടോ, നല്ല ചൂടാണ്. അപ്പോൾ കൈ പൊള്ളാണ്ട് തന്നെ ജസ്റ്റ് അങ്ങനെ പതിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് അങ്ങോട്ട് ഓഫ് ചെയ്താൽ മതി. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടണം. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള പത്തിരി വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ പത്തിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിനൊക്കെ നല്ലൊരു സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിവിടെ ഒരു 10-11 പത്തിരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് റോൾ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഷുഗർ സിറപ്പിലൊന്ന് മുക്കിയെടുത്താൽ മതി. ഇപ്പോൾ ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി, കൈ വെച്ചിട്ട് ചെയ്യരുത്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. പത്തിരി ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് അതിലൊന്ന് മുക്കിയെടുത്താൽ മതി. ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞ പ്ലേറ്റിൽ തന്നെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഒരു വയർ റാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം പ്ലേറ്റിൽ വെച്ചാണ് കേട്ടോ. കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ പ്ലേറ്റിൽ ഒട്ടിപ്പോവും. നമുക്കറിയാമല്ലോ, ഷുഗർ സിറപ്പ് എന്തായാലും തണുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ക്രിസ്റ്റലായിട്ടാണ്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തൊന്ന് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് നട്ട്സും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി വറുത്ത വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് വൈകുന്നേരത്തിന് കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയൊക്കെ ഫില്ല് ചെയ്തിട്ട് അങ്ങനെ റോൾ ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ ആ ഒരു കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ